ഹായ് മൈ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് ആരാം റിസോർട്ടിനെ അതിൻ്റെ ആ പ്രാന്തപ്രദേശത്തുള്ള പട്ടിശാല എന്ന് പറയുന്ന ആ പ്രദേശത്തിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു കാർഷിക കുടുംബത്തിൽ ആണ്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കുടുംബമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രസ്താവിച്ചതുപോലെ ഇവർ വളർത്തുന്ന മൃഗങ്ങളാണ് ഈ പറയുന്ന ആടുകളെല്ലാം. കണ്ടോ, വളരെ സൈലൻ്റായിട്ട് ഒരു ആട് അവൾ ഉറങ്ങുന്ന കണ്ടോ. ഇവിടെ ആടുകൾ മാടുകളൊക്കെയാണ് ഇവരുടെ ജീവിതം. ആടുകൾ ഇവിടെ ധാരാളമുണ്ട്. ഇത് ആടുകളെ വളർത്തുന്ന ഒരു ആടുകളുടെ ഷെൽട്ടറാണ്. ഇവരുടെ ആ പഴയ കാലത്തുള്ള വേലിയെല്ലാം ഇവിടെയുണ്ട്. താങ്കളുടെ പേരെന്താണ്? ഉങ്ങളുടെ പേര്? രാമൻ ചേട്ടനാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. രാമൻ ചേട്ടന്റെ ഭാര്യ ഭഗവതി അമ്മ അല്ലേ? ഭഗവതി അമ്മയല്ലേ? വണക്കം അമ്മ, സൗഖ്യമാ? സൗഖ്യമാണ്. മോളെ കുഴந்த പേരെന്നാ? മധുമിത. മോളെ ഏത് ക്ലാസ്സിൽ പഠിക്കണേ? 6th സ്റ്റാൻഡേർഡിൽ പഠിക്കണം. പക്കത്തിൽ തന്നെ സ്കൂൾ ഇരിക്കാ? എത്ര കിലോമീറ്റർ നടക്കണം? 5 കിലോമീറ്റർ നടക്കണം. ഇപ്പൊ ഏത് ക്ലാസ്സില്? വണ്ടിയിലെ പോകും. ബസ് വരുമെങ്കിൽ പക്കത്തില് ജീപ്പ് വരും. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഈ ഏരിയ എല്ലാം കാടാണോ? കാട്ട്. മോള് ആനയെ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്ന് ആന എവിടെ വന്ന് പോയി കാണാം? ആനയെ ഇവിടെ വരും ആന? എപ്പോഴും വരുമോ? அக்கா, ஒட்டுமேட்டு கவலைப்படாது. எங்க வாங்கோ, கொஞ்சம் வாங்கோ, கவலைப்படாது. ഭയം വേണ്ട. വന്ന ഞങ്ങൾ എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശത്തിൽ അവരുടെ ആ ജീവിത രീതികളൊക്കെ ഒന്ന് പഠിക്കുന്നതിനും കാണുന്നതിനും വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. ഒരു ചെറിയ വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വീട്ടിലുള്ള ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഈ വീട്ടിലെ ഇവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് കൂലിപ്പണിയാണെന്നാണ് അടുത്തുള്ള ആ ഫോറസ്റ്റിലെ വാച്ചർ എന്നോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇവർ ചെറിയ കൃഷികൾ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താ കൃഷി ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് ചോളം. അത് എന്നെ കൃഷി എന്നാ? വാഴയോ കപ്പയോ എന്നാ കൃഷി? ഒന്നുമേ കാര്യമായിട്ട് കൃഷിയില്ല. ഈ ആട് മാട് എല്ലാമേ അതെല്ലാം നോക്കി നടത്തും. ഇങ്ങ പാലെല്ലാം എടുത്തിട്ട് എവിടെ കൊടുക്കും? പാൽ ഇവിടെ പോയിട്ടില്ല സാറ്. മാട് ഇല്ല. ഈ ആട് മാത്രം? ஆடு மாத்திரம். மாடு இருக்குது. மாடு இருந்தால் பால் எடுத்து போகாது. கண்ணு குட்டியை கொடுத்து. எப்படி உங்களுக்கு சாப்பிட்றது எப்படி? அப்படி என்ன மார்க்கம் வேற? வந்து ஆடு மாடு വേറെ പുറത്തെ ജോലിക്ക് പോകും, കൂലിപ്പണിക്ക് പോകും. ഒരു ദിവസം എവിടെ കാശ് കിടക്കും? ഒരു ദിവസം 600 രൂപ കിടക്കും. ഓക്കെ. അട്ടപ്പടി അകിളി എല്ലാമേ അന്ത മാതിരി തന്നെ. റേറ്റ് കുറവാണ്. இந்த പക്കത്തിലെല്ലാം റേറ്റ് കുറവാണ്. ഇത് ഇവിടെ വന്ന് താമസമാക്കിയിട്ട് ഒരു 60-70 വർഷമായോ? 70 வருஷம். എന്താ ഇങ്ങേന്ന് പോവാത്തത്? நாங்க இது எல்லாம் சொந்த காடு. ஓகே, நம்ம ஊரு நம்ம காடு. ஓகே, നൈസ്. അപ്പയായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങൾ എന്ന സമുദായമാണ്? நாங்க சமுதாயம் குலாங்களா. കുലാങ്കള. உங்களுடைய ஊரே முதல் அப்பா அம்மா எல்லாமே ஊர் இதுதான். இங்கே தான் ஜனிச்சு, இங்கே தான் ஜோலி வேலை செய்யணும். சந்தோஷமாയിട്ട് இருக்க. தேங்க்யூ.